സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ആ വാർത്തയുടെ വിവരം. ഹാരിസ് ചെയ്ത പ്രവൃത്തിയെ ഒരിക്കലും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗീകരിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല. പരാതികൾ ഉന്നയിച്ച സമയത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി വിവരം ഭരണസമിതിയെ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഒരു അന്വേഷണ ടീം തന്നെ ഉദ്യോഗസ്ഥർക്ക് ചുമതല കൊടുത്തു. പക്ഷെ അപ്രകാരം ഒന്നും ഞങ്ങൾക്ക് ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ജംഷീറുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? ജില്ലാ പഞ്ചായത്ത് അംഗമായ ടി ഹാരിസിനെതിരെയായിരുന്നു കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്നുള്ള പരാതി ഉയർന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ടവർ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയും നൽകിയിരുന്നു. ഡിവൈഎഫ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ജില്ലാ പഞ്ചായത്തിലേക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളിൽ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ ആളുകളിൽ നിന്നായി പണം വാങ്ങി എന്നുള്ളതായി ഏതാണ്ട് 25 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു ഈ ആരോപണം ഉയർന്നിരുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതിനകത്തൊരു വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ ഇത്തരത്തിലൊരു പരാതി പഞ്ചായത്തിന് ലഭിച്ചില്ലെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് AK റഫീഖ പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്ന സമയത്ത് തന്നെ സെക്രട്ടറിയെ വെച്ച് അന്വേഷണം നടത്തിയെങ്കിലും ജില്ലാ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് കൂടി ഇവർ പറയുന്നുണ്ട്. ഇനി അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിയെ സംരക്ഷിക്കില്ല. പണം നഷ്ടമായവർക്ക് നീതി ലഭിക്കാൻ വേണ്ട നടപടികൾ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുകൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുകയുണ്ടായി. ടി ഹാരിസ് ഇത്തരത്തിൽ പണം തട്ടി എന്നുള്ള പരാതിയെ തുടർന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള പരാതി വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നേരത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു. മക്കരപ്പറമ്പ് ഡിവിഷനാറ ഇദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. മാത്രമല്ല, മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്നു ഇദ്ദേഹം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നതിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ഇദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു വിശദീകരണമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്നത്. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.